a channel for current affairs and general knowledge. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് മാർച്ച് 3 കറണ്ട് അഫയേഴ്സിനെ പറ്റിയിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതായത് മാർച്ച് 3 നമ്മൾ പറയാൻ പോകുന്നത് റീസെൻ്റ്ലി വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് ഡിസൈഡഡ് ടു എസ്റ്റാബ്ലിഷ് എ സ്റ്റേറ്റ് വാട്ടർ ഇൻഫർമേഷൻ സെൻറ്റർ. ഏത് ഗവൺമെൻറ്റാണ് ഈ അടുത്ത് സ്റ്റേറ്റ് വാട്ടർ ഇൻഫർമേഷൻ സെൻറ്റർ സ്ഥാപിക്കാൻ തീരുമാനിച്ചതെന്നാണ്. ഓപ്ഷൻ എ ബീഹാർ, ഓപ്ഷൻ ബി ഒഡീസ, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി ജാർഖണ്ഡ്. കറക്റ്റ് ആൻസർ എന്ന് പറയാം ഓപ്ഷൻ ബി ഒഡീസയാണെന്ന് നോക്കുക. അടുത്താണ് അംബ്രാബഡ് ടൈഗർ റിസർവ്. അംബ്രാബഡ് ടൈഗർ റിസർവ് ഈസ് റീസെൻ്റ്ലി സീൻ ഇൻ ദ ന്യൂസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്. ഈ അംബ്രാബഡ് ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്തു നിന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചാണ്. ഓപ്ഷൻ എ തെലങ്കാന, ഓപ്ഷൻ ബി കേരള, ഓപ്ഷൻ സി കർണാടക, ഓപ്ഷൻ ഡി ഒറീസ. കറക്റ്റ് ആൻസർ എന്ന് പറയാം ഓപ്ഷൻ എ തെലങ്കാന എന്ന് നോക്കുക. അടുത്താണ് വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് യുനാനിമസ്ലി അഡോപ്റ്റഡ് എ റെസൊല്യൂഷൻ അഗെയിൻസ്റ്റ് ദ സെൻട്രൽ ഗവൺമെൻറ്റ്സ് ഡിസിഷൻ ടു ഫെൻസ് ദ ഇൻഡോ മ്യാൻമാർ ബോർഡർ ആൻഡ് സസ്പെൻഡ് ദ ഫ്രീ മൂവ്മെൻറ്റ് റിസൈം അഗ്രിമെൻറ്റ് വിത്ത് മ്യാൻമാർ. അതായത് ഈ അടുത്തൊരു ഇന്ത്യ മ്യാൻമാറും തമ്മിലുള്ള ബോർഡർ അതിർത്തി ക്ലോസ് ചെയ്യാനുള്ളൊരു അല്ലെങ്കിൽ ഫെൻസ് ചെയ്യാൻ സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നു. അപ്പോൾ ആ ഒരു തീരുമാനത്തിനെ എതിർത്തുകൊണ്ട് ഒരു ഇത് പാസ്സാക്കിയത് ഏത് സംസ്ഥാനമാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ തെലങ്കാന, ഓപ്ഷൻ ബി ത്രിപുര, ഓപ്ഷൻ സി നാഗാലാൻഡ്, ഓപ്ഷൻ ഡി മിസോറാം. കറക്റ്റ് ആൻസർ എന്ന് പറയാം ഓപ്ഷൻ സി നാഗാലാൻഡ് ആണ് നോക്കുക. അടുത്താണ് കുറച്ച് അവാർഡിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് കുമാരനാശൻ കീർത്തി പുരസ്കാരം നേടിയത് ആരാന്ന് ചോദിച്ചാൽ ടി കെ ഗംഗാധരൻ എന്നാണെന്ന് നോക്കുക. അതുപോലെ തന്നെ നോവലിസ്റ്റ് ആണെന്നും കൂടി നോക്കുക. ടി കെ ഗംഗാധരൻ നോവലിസ്റ്റ് ആണെന്നും കൂടി നോക്കുക. അതേപോലെ തന്നെ തെക്കനപ്പൻ പുരസ്കാരം നേടിയത് ആരാന്ന് നോക്കിയാൽ വി പി ഗംഗാധരനാണെന്ന് നോക്കുക. അതേപോലെ തന്നെ സംസ്ഥാനത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിദ്യാഭ്യാസ, സാമ്പത്തികം, പിന്നാക്കാവസ്ഥ, ക്ഷേമം എന്നിവയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് ജെ ബി കോശിയാണെന്നും കൂടി നോക്കുക. സോ കുമാരനാശൻ കീർത്തി പുരസ്കാരം നേടിയത് ആരാന്ന് ചോദിച്ചാൽ ടി കെ ഗംഗാധരൻ നോക്കുക, നോവലിസ്റ്റ് ആണെന്ന് നോക്കുക. അതേപോലെ തന്നെ തെക്കനപ്പൻ പുരസ്കാരം നേടിയത് ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ വി പി ഗംഗാധരനാണെന്ന് നോക്കുക. അതേപോലെ സംസ്ഥാന ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസം, സാമ്പത്തികം, പിന്നോക്കാവസ്ഥ, ക്ഷേമം എന്നിവയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് ജെ ബി കോശിയാണെന്നും കൂടി നോക്കുക. അടുത്താണ് വാട്ട് ഈസ് ദ GST കളക്ഷൻ ഓഫ് ഇന്ത്യ ഇൻ ഫെബ്രുവരി മന്ത്. ഫെബ്രുവരി മാസത്തെ ഇന്ത്യയുടെ GST കളക്ഷൻ എത്രയാണെന്നാണ്. ഓപ്ഷൻ എ 1.65 lakh crore, ഓപ്ഷൻ ബി 1.75 lakh crore, ഓപ്ഷൻ സി 1.68 lakh crore, ഓപ്ഷൻ ഡി 1.85 lakh crore. കറക്റ്റ് ആൻസർ എന്ന് പറയാം ഓപ്ഷൻ സി 1.68 lakh crore ആണ് ഫെബ്രുവരി മാസത്തെ GST കളക്ഷൻ നോക്കുക. അടുത്താണ് പുതിയ പരിസ്ഥിതി സൗഹൃദ തുണിയായ എക്കോത്തം അവതരിപ്പിച്ച കമ്പനി ഏതാണെന്നാണ്. അത് ഈ എക്കോത്തം എന്ന് പറഞ്ഞിട്ടുള്ള ഈ പരിസ്ഥിതി സൗഹൃദ തുണി ഏത് കമ്പനിയാണ് ഡെവലപ്പ് ചെയ്തതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ടാറ്റ, ഓപ്ഷൻ ബി എയർടെൽ, ഓപ്ഷൻ സി റിലയൻസ്, ഓപ്ഷൻ ഡി വോഡാഫോൺ. കറക്റ്റ് ആൻസർ എന്ന് പറയാം ഓപ്ഷൻ സി റിലയൻസ് ആണെന്ന് നോക്കുക. അടുത്താണ് വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ. വേൾഡ് വൈൽഡ് ലൈഫ് ഡേ എന്നാണ് ആചരിക്കുന്നതാണ്. മാർച്ച് 1. ഓപ്ഷൻ എ മാർച്ച് 1, ഓപ്ഷൻ ബി മാർച്ച് 2, ഓപ്ഷൻ സി മാർച്ച് 3, ഓപ്ഷൻ ഡി മാർച്ച് 4. കറക്റ്റ് ആൻസർ എന്ന് പറയാം ഓപ്ഷൻ സി മാർച്ച് 3 ആണെന്ന് നോക്കുക. അടുത്താണ് കേരളത്തിലെ പുലികളുടെ എണ്ണം എത്രയാണെന്നാണ്. അത് ലിയോപാർഡ്സ് അല്ലെങ്കിൽ ലെപ്പേർഡിൻ്റെ കേരളത്തിലെ എണ്ണം എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 560, ഓപ്ഷൻ ബി 570, ഓപ്ഷൻ ഡി 580, ഓപ്ഷൻ സി 580, ഓപ്ഷൻ ഡി 590. 560, 570, 580, 590. കറക്റ്റ് ആൻസർ എന്ന് പറയാം 570 ആണെന്ന് നോക്കാം. ഇനി ഇതിനെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. അതായത് ഇന്ത്യയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. അതായത് 2018 ലാസ്റ്റ് സർവേ നടത്തിയത്. അതേപോലെ തന്നെ ഇപ്പോൾ അതായത് 2022 ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ 2018 കണക്ക് പ്രകാരം കേരളത്തിൽ 650 ലെപ്പേർഡ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 2022 ആയപ്പോഴത്തേക്ക് അത് 570 എന്ന് നോക്കാം. സോ 650 ഉണ്ടായിരുന്ന 570. ഇനി ഇന്ത്യയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് 2018 12,852
ഇപ്രാവശ്യം അവർ 1000 കൂടി, അതായത് 2022 ആയപ്പോഴത്തേക്കും 13,874 കൂടി എന്ന് പറഞ്ഞു. അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ള ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശാണെന്ന് പറഞ്ഞു. 3,907 ആണെന്ന് നോക്കുക. രണ്ടാമത് മഹാരാഷ്ട്രയാണെന്ന് പറഞ്ഞിരുന്നു. മൂന്നാമത് കർണാടക, അത് കഴിഞ്ഞാൽ തമിഴ്നാടാണെന്നും കൂടി നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് നോക്കി വെക്കുക. സോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലെപ്പേർഡ് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശാണ്. 3,907 ആണെന്ന് നോക്കുക. ഇന്ത്യയിൽ 2018 12,852 2022 ആയപ്പോഴത്തേക്കും 13,874 ആയി നോക്കുക. കേരളത്തിലാണെങ്കിൽ 2018 650 2022 ആയപ്പോഴത്തേക്കും 570 ആയും കൂടി നോക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സർവേ നടന്നതിന് ശേഷം ഈ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഏരിയയ്ക്ക് കുറച്ച് ഒരു മാറ്റം വന്നിട്ടുണ്ട്, അതായത് കുറച്ച് കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, മറ്റുള്ള എല്ലാ ടൈഗർ റിസർവിൻ്റെയും അതിൻ്റെയൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും പെരിയാറിൻ്റെ കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ ലെപ്പേർഡ്സിൻ്റെ കണക്ക് വെച്ച് നോക്കിയാൽ 63% ഔട്ട്സൈഡ് പ്രൊട്ടക്റ്റഡ് ഏരിയ, അതായത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഏരിയയിലല്ല അതിൻ്റെ പുറത്താണ് ഇവരുടെ സംഖ്യ കൂടിയിട്ടുള്ളതെന്നാണ് കണക്ക് പറയുന്നത്. നോക്കുക, ഇതൊക്കെ വെറുതെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ, നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇതെന്തായാലും നോക്കുക. ഈ കേരളത്തിലെ 650 അതേപോലെ തന്നെ 570 ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇന്ത്യയിലത്തെ ലെപ്പേർഡിൻ്റെ കണക്കും കൂടി ഒന്ന് നോക്കി വെക്കുക. ഓക്കെ ഗൈസ്, ഇത്രയുള്ളൂ മാർച്ച് 3-ലത്തെ കറണ്ട് അഫയേഴ്സ്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.